ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിലോട്ട് പോയാലോ. ഈസി സ്പെഷ്യൽ ചിക്കൻ കറി ആട്ടോ, പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ചിക്കൻ വറുക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ചിക്കൻ കറിക്ക് കുറച്ച് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ഞാൻ പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് വട്ട അരിഞ്ഞ് വേണം നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ. അതൊത്തിരി ഉടഞ്ഞൊന്നും പോവാണ്ട് നമുക്ക് എടുക്കണം. അത് രസമാട്ടോ കറിയിൽ കിടക്കുന്ന കാണാൻ. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ചൂടാകുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സവോള, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവോളയും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. ഞാനപ്പോൾ ഇതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത്രയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മറ്റൊരു പാനിൽ നമ്മൾ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് മറിച്ചും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി നമുക്കിത് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് കിട്ടണം കേട്ടോ, എന്നാലേ ചിക്കൻ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ വട്ടത്തിലാണ് തക്കാളി അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് തക്കാളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, ഇത്രയും ഇട്ട് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ പൊടികളൊക്കെ വഴറ്റിയെടുത്തിട്ട് നമുക്കതിലോട്ട് ചൂടുവെള്ളമാട്ടോ ചേർക്കേണ്ടത്. അതിലേക്ക് ഞാൻ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർക്കുവാണ്. ചൂടുവെള്ളം കൂടെ ചേർത്ത് അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈസിയല്ലേ, വേറെ ചേരുവകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാലയോ അല്ലെങ്കിൽ പൊടിക്കാത്ത മസാലകളോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം അധികം ഞാൻ വെള്ളമൊന്നും വയ്ക്കുന്നില്ല. ഈ ചിക്കനിലും വെള്ളം ഉണ്ടല്ലോ, അപ്പം അതിറങ്ങിക്കോളും. ഇപ്പം ഇത്രയും വെച്ച് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഞാനിങ്ങനെ അടച്ച് വയ്ക്കുകയാണ്. ഈ കൂടെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ചിക്കൻ വേകുന്ന കൂടെ തന്നെ ക്യാരറ്റും വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വയ്ക്കുവാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനത് തുറന്ന് നോക്കുന്നുണ്ട്. അത്യാവശ്യം ചിക്കൻ വേകാനുള്ള വെള്ളം ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കുറച്ച് വെള്ളമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് പറ്റുന്നിടം വരെ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ ചിക്കനും ആ ക്യാരറ്റും ഒക്കെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല സൂപ്പറാണ്. പിന്നെ നല്ല സിമ്പിളല്ലേ, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ലതുപോലെ കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പം? എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടില്ലേ? അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ബൈ.